പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തെസ്സലോനിക്കയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൗലോസ് ആ സഭാമക്കളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെയാണ് പറയുന്നത്: പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും സന്തോഷത്തോടുകൂടി ദൈവവചനം സ്വീകരിച്ച തെസ്സലോനിക്കയിലുള്ള സഭാമക്കളെക്കുറിച്ച് പറയുകയാണ്. 1 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായിരിക്കുന്നു. കാരണം വളരെ ക്ലേശങ്ങളുടെ ഇടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടുകൂടി നിങ്ങൾ വചനം സ്വീകരിച്ചു. തെസ്സലോനിക്കയിലെ സഭാമക്കളെ നോക്കിക്കൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയൊരു സാക്ഷ്യമാണ്: നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൽ മാത്രം ശരണം വെച്ചുകൊണ്ട്, കർത്താവിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വലിയ ധനാഢ്യനും കോടീശ്വരനുമായിരുന്ന ഈ പറയപ്പെട്ട പൗലോസ്ലീഹായുടെ പിതാവൊക്കെ വലിയ കോടീശ്വരന്മാരാണെന്നാണ് പാരമ്പര്യമായിട്ട് പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇരട്ട പൗരത്വമുണ്ടായിരുന്ന പണ്ഡിതനായ സാവൂള്, മറ്റുള്ളവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂള് കർത്താവ് ഈശോ മിശിഹായെ കണ്ടുമുട്ടിയപ്പോൾ പൗലോസായി മാറ്റപ്പെടുകയും അതിനുശേഷം ആ പൗലോസ് പറയുകയാണ്: നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ചിറങ്ങിത്തിരിച്ച ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ അനുകരിക്കുന്നു എന്ന് അവിടെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്. വീണ്ടും അതും മാത്രമല്ല, അതേപ്പറ്റി കാരണം പറയുന്നുണ്ട്. കാരണം വളരെ ക്ലേശങ്ങളുടെ ഇടയിൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശങ്ങളുടെ ഇടയിൽ, സഹനങ്ങളുടെ ഇടയിൽ, തകർച്ചയുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി. തകർച്ചകൾ വന്നപ്പോഴും ക്ലേശങ്ങൾ വന്നപ്പോഴും പ്രതിസന്ധികൾ വന്നപ്പോഴും ആ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടുകൂടി, കണ്ടോ ഇവിടെ പറയാണ്, ആ വാക്കാണ് അവിടെ, ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി നിങ്ങൾ വചനം സ്വീകരിച്ചുവെന്ന് തെസ്സലോനിക്കയിലെ സഭയിലെ മക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. വചനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ നടുവിലും വചനം സ്വീകരിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിലേക്ക് സ്നാനം സ്വീകരിച്ചുകൊണ്ട്, മാമോദീസ സ്വീകരിച്ചുകൊണ്ട് സഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്ന അനേകം സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കേരളത്തിൽ പല മേഖലകളിലും ഉണ്ട്. എനിക്ക് അനേകം വ്യക്തികളെ വ്യക്തിപരമായിട്ടറിയാം. കാരണം സ്വന്തക്കാരും ബന്ധക്കാരും ഇവരെ മാറ്റി നിർത്തുമ്പോൾ ആ സ്വന്തക്കാരിലേക്കോ ബന്ധക്കാരിലേക്കോ നോക്കാതെ കൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ആ ബന്ധക്കാർക്കും സ്വന്തക്കാർക്കുമെല്ലാം വലിയ വില കൽപ്പിക്കാതെ സഭയിലെ അംഗമായി മാമോദീസായും സ്വീകരിച്ച് വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് ക്രിസ്തുവിന് സാക്ഷികളായിട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് തിരുസഭയിലുണ്ട്. എന്നാൽ ഇന്ന് സഭയിലെ പാരമ്പര്യമായിട്ടുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള സഹനങ്ങളൊന്നും ഏൽക്കേണ്ടി വരുന്നില്ല. എന്നാൽ പുതിയതായിട്ട് യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനെ പറ്റി ശരിക്കും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വചനത്തിൻ്റെ ആധികാരികതയും കുദാശകളുടെ ആധികാരികതയും ഒക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നു, പാപത്തെയും പാപമാർഗങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നു, കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് വിശ്വാസത്തിലൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന തിരുസഭയിലെ മക്കളുണ്ട്. അവരെ അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ടുള്ള വ്യക്തികൾ പല മേഖലകളിലും മാറ്റി നിർത്താറുണ്ട്. കുടുംബത്തിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ, സ്വന്തക്കാരുടെയൊക്കെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയതാ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചാടിപ്പോയതാ എന്ന് പറഞ്ഞ് കുത്തുവാക്കും പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട വേദന അനുഭവിക്കുന്ന അനേകം
പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്ന് മാമോദിസ സ്വീകരിച്ച മക്കൾ നമ്മുടെ കേരളത്തിനകത്ത് ധാരാളമുണ്ട്. ആ ധാരാളമുണ്ട്. അതായത് പ്രതികൂലമായ സാഹചര്യത്തിലും അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു. നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കണമേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ക്രിസ്ത്യാനികളാണ്. അത് കാരണം അവിടെ മാറ്റി നിർത്തലൊന്നുമില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ പ്രശ്നമോ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തമ്മിത്തലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ക്രിസ്ത്യാനികളായിട്ടുള്ളവരാരും തന്നെ ഇല്ല. എന്നാൽ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവരാ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ മാറ്റി നിർത്തുമ്പോഴും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഭയിലെ അംഗമായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഉണ്ട് എന്ന സത്യം കേൾക്കുന്ന മക്കളൊന്ന് തിരിച്ചറിയുക. ഇവിടെ പറഞ്ഞ വചനവുമായിട്ട് വളരെ ബന്ധമുണ്ടത്. അതായത് ആ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ മാറ്റി നിർത്തിയപ്പോൾ പോലും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ, മാമോദിസ സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ വന്ന് മാമോദിസയും സ്വീകരിച്ച് സ്ഥൈര്യലേപനവും സ്വീകരിച്ച് വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് സന്തോഷത്തിൽ തുള്ളിച്ചാടി കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന അനേകം വിശ്വാസ സമൂഹം, ഇന്ന് വിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ, കൂട്ടായ്മ മക്കൾ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലുമുണ്ട് എന്ന സത്യം തിരിച്ചറിയണമേ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, അതായത് ക്ലേശങ്ങളുടെ ഇടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടുകൂടി നിങ്ങൾ വചനം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് അവർക്ക് സന്തോഷം നൽകുന്നു, സാക്ഷ്യം വഹിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. പ്രതികൂലമായ സാഹചര്യത്തിലും സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവചനം ജീവിതത്തിൽ സ്വന്തമാക്കിയ ഓരോ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.